ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ വേറെ എന്താ കൂട്ടുകാരെ വിശേഷം? നമ്മുടെ ചെടികളൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യണ്ടേ? പിന്നെ നമ്മൾ ഈ പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കണേക്ക് മുൻപും പിന്നെ സ്യൂഡോമോണസ് കൊടുക്കണേക്ക് മുൻപും ചീത്ത സ്റ്റമ്മുകളൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഉണങ്ങിയത്, ബ്ലാക്ക് സ്പോട്ട്, യെല്ലോ കളറ്, ഈ കളറിലുള്ള സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്തു, ലീഫുകളെല്ലാം കളഞ്ഞു, പ്ലാന്റ് ക്ലീൻ ചെയ്തു അല്ലേ. അപ്പോൾ പിന്നെ ഒത്തിരി നമുക്ക് പ്രൂൺ ചെയ്യാനുണ്ടാവില്ല. എന്നാലും നീളത്തിൽ പോയേക്കുന്ന ക്ലൈമ്പിംഗ് റോസ് അല്ല കേട്ടോ, അല്ലാതെയുള്ള റോസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലൈമ്പിംഗ് റോസിൻ്റെ കാര്യം പിന്നെ പറഞ്ഞു തരാം. അല്ലാതെയുള്ള റോസുകൾ ഉണ്ടാവില്ലേ, അത് ബഡ് റോസ് ആയാലും ഓൺറൂട്ടായാലും നാടൻ റോസ് ആയാലും എല്ലാം ഒത്തിരി നീളത്തിൽ കട്ട് ചെയ്യണ്ട. കാരണം ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്ലവർ വന്നു കഴിയുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി നീളത്തിൽ കട്ട് ചെയ്യണ്ട, ഒരു ചെറുതായിട്ടൊന്ന്. കാരണം മുരടിച്ച് നിൽക്കുന്ന സ്റ്റമ്മുകൾ ഉണ്ടാകാം. ഫ്ലവർ ഇട്ടിട്ട് ഫ്ലവർ പൊഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ നിൽക്കൂലേ, അതിൻ്റെ ഈ നെട്ട് മാത്രമായിട്ട് നിൽക്കുന്ന സ്റ്റമ്മുകൾ ഉണ്ടാകാം. അതെല്ലാം കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യണത് ഒരു കുറച്ച് നമ്മുടെ വിരലിൻ്റെ നീളത്തിൽ അത്രയും കട്ട് ചെയ്താൽ മതി കേട്ടോ. അത്രയും മതി. എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് കിടന്ന് കരയുക. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കേ മഴ വരും കൂട്ടുകാരെ. ഇന്നിവിടെ മഴയാണ്, വലിയ മഴയില്ല, എന്നാലും ഒരു ഉപദ്രവകാരിയായ മഴ. അതുകൊണ്ടാട്ടോ, സോറി, എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സ്റ്റമ്മ് കണ്ടോ, ഇതിവിടെ വെച്ച് ഇത്ര നീളത്തിൽ കട്ട് ചെയ്യുക. ഇതൊരു വിരലിനേലും കുറച്ച് നീണ്ടല്ലേ ഞാൻ പറഞ്ഞപ്പോൾ, സോറി. ഇത്ര നീളത്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യണം. ചരിച്ച് നമ്മുടെ ഫേസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് ചരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ മഴവെള്ളം വീഴുമ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒത്തിരി വീഴാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഈ ഇതില്ലേ ലീഫിൻ്റെ നോഡുകൾ നോക്കണം. നോഡുകളിൽ നിന്ന് തളിർപ്പ് വരുന്നുണ്ട്. ഇതിനകത്ത് ഒന്നും തളിർപ്പ് വരുന്നില്ല, ഇങ്ങനെ മുകളം വന്ന് നിൽക്കും. അത് കട്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് കണ്ട കുറച്ചുകൂടി ഹൈറ്റിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അതായത് ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്, ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ച് എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ടോ എന്തെങ്കിലും അസുഖം ബാധിക്കണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്, ഈ സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യണം. അതായത് നമ്മൾ നോക്കണം, ഇങ്ങനെ ചെടികളുടെ ലീഫുകൾ ഇങ്ങനെ മലർത്തി നോക്കണം, മുകുളങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. മുകുളങ്ങൾ വന്നതുണ്ടാകുമെന്ന് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓരോന്നിൻ്റെ ഇവിടെ കട്ട് ചെയ്ത ഭാഗത്ത് സാഫുകൾ കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എത്ര പ്ലാന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് പറ്റത്തില്ല കൂട്ടുകാർ. അത്രയും പ്ലാന്റ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്ലാന്റ് ഉള്ളെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇത് കണ്ട് ഇതിൻ്റെ ടോപ്പിൽ കട്ട് ചെയ്ത ഭാഗത്ത് നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ടോപ്പിൽ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ബഡ് റോസൊക്കെ ഒരു സ്റ്റമ്മായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെമ്മ് മാത്രം ഉണ്ടാവുള്ളൂ ചിലതിൻ്റെ. അപ്പോൾ അതിങ്ങനെ നീണ്ടു പോയിട്ട് അതിൻ്റെ ലാസ്റ്റ് എൻ്റെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കണ്ടത് ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം. കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ ഞാൻ എന്നും ഫ്ലവർ കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് ക്ലീൻ ആക്കുന്നത്. എന്നിട്ട് കണ്ടോ, അങ്ങനെയുള്ള ഇതൊക്കെ എല്ലാം കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തിട്ടും ഈ യെല്ലോ കളർ ഇവിടെ ഈ പോർഷനിലുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, ചരിച്ച് കട്ട് ചെയ്യുക. പ്ലാന്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ചരിച്ച് കട്ട് ചെയ്യുക. അപ്പം മഴവെള്ളം വീഴുമ്പോൾ ഇൻഫെക്ഷൻ ആകാതിരിക്കാനുള്ള ചെറിയൊരു ട്രിക്ക് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരു പ്ലാന്റ് ഉള്ളവരുണ്ടാവുമല്ലോ, ഒരു പ്ലാന്റ് അല്ല ഒരു ശിഖരമുള്ള ഉണ്ടാവുമല്ലോ. ഇത് ശിഖരങ്ങൾ കുറേയുണ്ട്. ഇതേപോലെ എൻ്റെ അമ്മേ, ഒരു ശിഖരം ഇതേപോലെ വന്നിട്ട്, ഇത് വേറെ പ്ലാന്റാണ്, നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ശിഖരമാണെങ്കിൽ ഇവിടെ വെച്ച് അങ്ങോട്ട് ചരിച്ച് കട്ട് ചെയ്തിട്ട് സാഫോ മഞ്ഞൾപ്പൊടിയോ കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു ചെറിയ കവർ, പ്ലാസ്റ്റിക് കവർ, അതായത് ഞാൻ ചെറിയൊരിത് പറഞ്ഞുതരാം. നമ്മുടെ സിപ്പപ്പൊക്കെ വാങ്ങൂലേ, അങ്ങനത്തെ ഒരു കവർ. കാരണം അങ്ങനത്തെ കവർ പറയുന്നത് ഒത്തിരി വലിപ്പവും വീതിയും നീളവും ഇല്ലാത്തത് കൊണ്ടാണ്.
അപ്പോൾ അത് ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് കവറിങ്ങനെ പൊന്തി നിൽക്കണം. ഈ സ്റ്റമ്മുമേൽ ടച്ച് ആവരുത്, നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ടച്ച് ആവരുത്. വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡോ നൂലോ വെച്ച് കെട്ടുക. കുറേ ദിവസം കഴിയുമ്പോൾ അത് അഴിച്ച് കളഞ്ഞാൽ മതി. കാരണം നമുക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ സൈഡിൽ കൂടി കാണാൻ പറ്റുമല്ലോ തളിർപ്പുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. തളിർപ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, കട്ട് ചെയ്തിട്ട് സാഫ് അടിച്ചിട്ട് കവറ് കട്ട് ചെയ്യണ്ട, ഇത് ഈ കവറ് പൊക്കണം. റബ്ബർ ബാൻഡും കവറും അത് മുകളം പോകാതെ പതുക്കെ പൊക്കിയിട്ട് നിങ്ങൾക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഈ വീഡിയോയിലൂടെ എല്ലാം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ബോറടിക്കാത്ത കൂട്ടുകാരും ഉണ്ടാവും, ബോറടിക്കുന്ന കൂട്ടുകാരും ഉണ്ടാവും. അവരെന്നെ ഓടിച്ചിടും. അപ്പോൾ ബാക്കി വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തന്നിരിക്കും കേട്ടോ. ഓക്കേ, അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. നിങ്ങളെൻ്റെ മുന്നിലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത് എന്നെ. ഇപ്പോൾ കുറച്ച് സപ്പോർട്ടൊക്കെ കുറവാണ്. കൂടെ നിൽക്കുന്ന കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. പുതിയവരൊക്കെ കണ്ടിട്ട് എസ്കേപ്പ് ആവുകയാണേ. അത് വേണ്ട കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ.